ആശാ വർക്കേഴ്സിന്റെ സമരത്തെ തള്ളി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. ആശാ വർക്കേഴ്സിനോട് സർക്കാർ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്തു. ആരോഗ്യമന്ത്രി 5 തവണ ചർച്ച നടത്തി. ഇനി വിട്ടുവീഴ്ച ചെയ്യാൻ ഇല്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. അതിൻ്റെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മതി. 5 പ്രാവശ്യം ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തി, 2 പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണാൻ വേണ്ടി പോയി. ഇത്രയധികം ഒരു സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ഇതിനപ്പുറം ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ആശമാരുടെ അനിശ്ചിതകാല രാപകൽ സമരം ഇന്ന് 58ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. മേഘന മുരളി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. മേഘന, ഇനിയൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് സർക്കാർ പറയുമ്പോൾ എന്താണ് ആശമാരുടെ നിലപാട്? അവരുടെ സമരം 58ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. തീർച്ചയായും ജെകെ, ഇന്ന് സമരം 58ാം ദിവസം, നിരാഹാര സമരം 20ാം ദിവസമാണ്. അവർ ഇപ്പോഴും സമരം തുടരും എന്നുള്ളൊരു നിലപാട്, അത് ശക്തമായി തന്നെ സമരം തുടരും. അത് ഇനി വരുന്ന ദിവസങ്ങളിലടക്കം വലിയ വലിയ സമര പരിപാടികളൊക്കെ അവർ പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ ഈ തൊഴിൽ മന്ത്രിയുമായി, മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയിട്ടുള്ള ചർച്ചയിൽ ഇവർ കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്നു. അതായത് ഇവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർ ഇന്നലെ തന്നെ ഈ ചർച്ച കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത്തരത്തിൽ ഇന്ന് രാവിലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് അത്ര അനുകൂലമല്ല. അതായത് സർക്കാർ ചെയ്യാവുന്നതിൽ പരമാവധി ചെയ്തു കഴിഞ്ഞു, ഇനി സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടിലേക്കാണ് മന്ത്രി വി ശിവൻകുട്ടി എത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ഒരു നിലപാട്, അതായത് ഇനി സർക്കാരിന് ചർച്ചയ്ക്ക് വിളിക്കുമോ എന്നുള്ള മന്ത്രിയോടുള്ള ചോദ്യത്തിന് അത് തീരുമാനിച്ചിട്ടില്ല. അതായത് 5 തവണ ചർച്ച നടത്തുന്നു, 3 തവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു, കൂടാതെ നാഷണൽ ഹെൽത്ത് മിഷൻ അധികൃതരുമായി ചർച്ച നടത്തുന്നു. പക്ഷേ ആ ചർച്ചയിലൊന്നും പരിഹാരമില്ലാത്ത സ്ഥിതിക്ക് ഇതിൽ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യാനില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് ആശാ സമരത്തെ തള്ളും, നിങ്ങളുടെ ഒരു ആവശ്യങ്ങളെ തള്ളുന്ന രീതിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്താണ് പ്രതികരണം? അതെ, ഗവൺമെന്റ് പറയുന്നു ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വന്നു, പക്ഷെ എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വേതന വർധനവാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ്. അത് കഴിഞ്ഞ 2 ചർച്ചയിലും ഞങ്ങൾ ആവശ്യപ്പെട്ടു. സർക്കാർ അടിയന്തരമായ ഒരു ചെറിയ തുകയെങ്കിലും വർദ്ധിപ്പിക്കണം. 3000 രൂപ എന്ന് പറഞ്ഞാൽ പ്രതിദിനം 100 രൂപയുടെ വർധനവ്, 233 രൂപ 333 രൂപയാകുന്ന ഒരു വർധനവ്. അത് അടിയന്തരമായി ചെയ്തുകൊണ്ട് വരുന്ന 3-6 മാസത്തിനുള്ളിൽ മെച്ചപ്പെട്ട തുക വർദ്ധിപ്പിച്ചുകൊണ്ട് 21,000-ലേക്ക് എത്തിക്കുക. ഇതായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിനകത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇത് തൊഴിൽ മന്ത്രി പറയുന്നത് അത് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ നിങ്ങൾ ഈ ചർച്ച കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾക്ക് തൃപ്തരാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം മന്ത്രിയുമായിട്ട് അത്തരത്തിലൊരു അനുഭാവപൂർണ്ണമായ ചർച്ചയായിരുന്നു നടത്തിയിരുന്നത്. മറ്റൊന്നൊരു കമ്മിറ്റി വെക്കാമെന്ന് പറയുന്നു. ആ കമ്മിറ്റി വെച്ചിട്ട് എന്ത് പഠിക്കാനാണ്? ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് പഠിക്കാം, പക്ഷെ അതിന് 3 മാസത്തെയോ 1 മാസത്തെയോ പോലും സാവകാശത്തിന് വേണ്ട. കാരണം എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് 2 മാസം കൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതൊന്ന് ക്രോഡീകരിച്ച് ഇറക്കുക എന്നുള്ളത് മാത്രമേ ഇനി സർക്കാരിൻ്റെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ പറയുന്നത് ഞങ്ങൾ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇവിടെ ഒരു നടപടി എടുത്തിട്ടില്ല, ഒരു തീരുമാനം എടുത്തിട്ടില്ല, തീരുമാനം പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇനി മുന്നോട്ടുള്ള സമരപരിപാടികൾ എങ്ങനെയാണ്? അതിശക്തമായ സമരമാണ്. 12-ാം തീയതി ഇവിടെ പൗരസാഗരം, കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ സമരത്തെ പിന്തുണയ്ക്കുവാൻ വേണ്ടി ശക്തമായ പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നു. ജി.കെ, ഇങ്ങനെ തന്നെയാണ് ഇവിടെ കൂടുതൽ പേർ സമരപന്തലിൽ ഐക്യദാർഢ്യവുമായി എത്തുന്നു. സമരം ശക്തമാക്കുമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. കൂടാതെ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന, അല്ലെങ്കിൽ സമരക്കാരെ പിന്തുണയ്ക്കാത്ത പ്രസ്താവനയെ കൂടി ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തള്ളിക്കളയുന്നു. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ആശാവർക്കർമാരുടെ സമരം കൂടുതൽ ശക്തമായി അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12-ാം തീയതി പൗരസാഗരം സൃഷ്ടിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് സമരത്തിനൊരു പുതിയ മുഖം നൽകാനുള്ള തീരുമാനം കൂടി അവർ എടുത്തിട്ടുണ്ട്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.